കഴിഞ്ഞ ദിവസം ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സെയിൽസ് ഹെഡ് എന്നോട് പറഞ്ഞു, ഒരു Q&A സെഷൻ ഡ്രൈവ് ചെയ്തു. എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ ഒരു ഓർഗനൈസേഷനിൽ ബെസ്റ്റ് പെർഫോമർ ഞാൻ എല്ലാ മാസവും എന്തായാലും ഒരു 50 ലക്ഷം രൂപയുടെ മുകളിൽ സെയിൽസ് ക്രോസ് ചെയ്യാറുണ്ട്, ടാർഗറ്റും അച്ചീവ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരു തവണ പോലും ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് അവനൊരു സങ്കടം പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ എഡ്യൂക്കേറ്റ് ചെയ്തു. നമ്മൾ മറ്റൊരാളുടെ ഒരു അപ്രീസിയേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിൽ എന്ത് ചെയ്യും, ഡിപ്പ് വരും. നമ്മളൊക്കെ എപ്പോഴും സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യണം, ആക്ടിവിറ്റീസും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരണം. ഇത് പറയണമെന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ള സമയത്ത് ഒരു ഓർഗനൈസേഷനിൽ കഴിഞ്ഞ മാസം 3.5 വർഷമായിട്ട് ഒറ്റ തവണ പോലും അവർ ആഗ്രഹിച്ച റവന്യൂവിൽ എത്താത്ത ഒരു ഓർഗനൈസേഷൻ ഞങ്ങൾ 3 മാസം കൊണ്ട് ആ ഓർഗനൈസേഷനെ 3x ഗ്രോത്തിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ഗ്രോത്തിലേക്ക് എത്തിച്ചിട്ട് പോലും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത സിസ്റ്റം കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു എന്നുള്ള ഒരു അപ്രീസിയേഷൻ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ കിട്ടാറില്ല. പലപ്പോഴും വളരെ ക്വാളിറ്റി ഉള്ള കുറച്ച് മനുഷ്യന്മാരെന്ത് ചെയ്യും, ഇത് തരും. എന്നാൽ ഒരു 90% ആളുകളും അംഗീകരിക്കൂല. റവന്യൂ വന്നാൽ സക്സസ് ആയാൽ അതിന്റെ കംപ്ലീറ്റ് ക്രെഡിബിലിറ്റി അവർക്കും. ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഡിപ്പ് വന്നാൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുള്ള സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് വേണം. ഓക്കെ, ഇപ്പൊ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാം, തന്തക്ക് വെളിയല്ലാത്ത എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, കേൾക്കാറുണ്ട്. എന്തായാലും ഒരു 90%ഓളം ഓർഗനൈസേഷൻ സക്സസ് ആക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കരിയറിൽ ഇത്രയും നന്നായി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സെയിൽസ് പ്രൊഫഷനിൽ നിൽക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, മറ്റൊരാളുടെ വായിൽ നിന്ന് കിട്ടുന്ന പ്രൈസിങ് വേർഡ്സും അപ്രീസിയേഷനും വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനും നമ്മളുടെ ഇമോഷനെ, നമ്മളെ തോട്ട്സിനെ കൃത്യമായി ചാനലൈസ് ചെയ്ത് ഹാപ്പിനെസ് കൊണ്ടുവരാൻ എന്ത് ചെയ്യുക, ഇന്ന് മുതലുള്ള പ്ലാനിങ്ങൾ ഉണ്ടാക്കുക. വിശ്വാസം.